അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇപ്പോൾ നമ്മൾ ലോകകപ്പിൽ ഒരു മന്ത്രവാദിയെക്കുറിച്ച് കേട്ടിരുന്നു. ഘാനയിൽ നിന്നുള്ള നാനാ കാക്കു ബോട്ട്സെ എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദി. അയാളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഡെവിൾ ഓഫ് വെനിസ്ഡേ എന്നാണ്, ബുധനാഴ്ചയിലെ പിശാചി എന്നാണ്. അയാൾ പ്രശസ്തനാകാനുള്ളതിൻ്റെ കാരണം ലോകകപ്പൊക്കെയായി ബന്ധപ്പെട്ട് അയാൾ ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അർജന്റീനയും കോപ്പ വെർദെ എന്ന രാജ്യവുമായിട്ടുള്ള മത്സരത്തിൽ അർജന്റീന തോക്കുമെന്ന് അയാൾ പ്രവചിച്ചു. അന്ന് അർജന്റീന ജയിച്ചു. ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പ് കിരീടം പോർച്ചുഗലിനായിരിക്കുമെന്ന് അയാൾ പ്രവചിച്ചു. പോർച്ചുഗൽ ഇന്നലെ തോക്കുകയും ചെയ്തു. എങ്ങാനും അർജന്റീന തോറ്റുപോയിരുന്നെങ്കിൽ ആ മന്ത്രവാദിയുടെ പിന്നാലെ കൂടാൻ എത്ര ആളുകളുണ്ടാകും? എന്തോ ഭാഗ്യം കൊണ്ട് അയാൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് സംഭവിച്ചത് എന്ന് ലോകത്തിനിപ്പോൾ ബോധ്യപ്പെട്ടു. പക്ഷേ അയാൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പുലർന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്ൻ എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ട്. അയാൾക്കെതിരെ ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒത്തുവന്നതോടുകൂടിയാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നതും. അതിനു മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന കളിക്കാരനെതിരെ മുമ്പ് നടന്ന ലോകകപ്പിൽ എന്തൊക്കെയോ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതും ഏകദേശമൊക്കെ ഒത്തുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇയാൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ ദുർമന്ത്രവാദികളായ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഒത്തുവരുന്നത് എങ്ങനെയാണ്? അതാണ് ഈ മന്ത്രവാദികളായ ആളുകൾ കൂട്ടുപിടിക്കുന്നത് ജിന്നുകളെയാണ്. അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഈ മന്ത്രവാദികൾ പലതും പറയുന്നത്. ശൈത്താന്മാരാണെങ്കിലോ അവർക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും പൂർണ്ണമായ അറിവൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ അവരെവിടെ നിന്നെങ്കിലുമൊക്കെ കേട്ടിട്ട് അത് ഇവരുടെ ചെവിയിൽ എത്തിച്ചു കൊടുക്കും. അതിവരിങ്ങനെ പറയാൻ, ചിലത് ശരിയാകും, ചിലത് പൊളിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ചില കാര്യങ്ങൾ ശരിയാകുമ്പോൾ ആ ശരിയായ കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കപ്പെട്ട ആളുകൾ ഉണ്ടാകുമല്ലോ, ആ ആളുകൾ ഇയാളെ വിശ്വസിക്കും. ഇയാളൊരു സിദ്ധനാണെന്നോ ഇയാളൊരു മഹാനാണെന്നോ ഒക്കെ വിശ്വസിക്കും. ആ അനുയായികൾ അവർക്കുണ്ടായ അനുഭവം ഇങ്ങനെ പറയും, പ്രചരിപ്പിക്കും, പ്രകടിപ്പിക്കും. അങ്ങനെ ആ ആൾക്ക് അനുയായികൾ കൂടുകയും അവരിങ്ങനെ തഴച്ചു വളരുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുമുള്ള ആളുകൾ. അവരും പറയുന്നത് ജിന്ന് മഹ്ലറ, ജിന്ന് ചികിത്സ എന്നൊക്കെയാണ്. പറയുമ്പോൾ ആളുകൾ അടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയും ഞങ്ങൾ സ്വാലിഹീങ്ങളായ ജിന്നുകളെ കൊണ്ടാണ് ചികിത്സിപ്പിക്കുന്നത് എന്നൊക്കെ. ഞാൻ ഇന്നലെ 6-ാം തീയതിയായിരുന്നു. ഇന്നലെ ഒരു വീഡിയോ പ്രതീക്ഷിച്ചിരിക്കാൻ കുറേ സമയം ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി ആ ചാനലിൽ കയറി പരിശോധിച്ചു. ഏത് ചാനലാണെന്നറിയാമല്ലോ. ഇപ്പം ജിന്നു മഹ്ലറയെക്കുറിച്ച് ഒരു മൊയ്ലിയാർ വന്നിരുന്നു മുമ്പ്. ഞാനതിന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അന്ന് തന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോയിലൂടെ എനിക്ക് മറുപടി പറഞ്ഞു. എന്നിട്ട് ഉസ്താദിനാണ് അബദ്ധം പറ്റിയതെങ്കിൽ ഉസ്താദ് തിരുത്തണം, എനിക്കാണ് അബദ്ധം പറ്റിയതെങ്കിൽ ഞാൻ തിരുത്താം, നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തത്. കേട്ടു നോക്കിയപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ വാലിൻ്റെ രീതിയിൽ പറഞ്ഞു എന്നതിനപ്പുറം ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾക്കോ ഞാൻ എടുത്ത കിതാബുകൾക്കോ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യവുമാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി കണ്ടിട്ടില്ല എന്ന അർത്ഥം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പരസ്യങ്ങൾ, ആളുകളുടെ അനുഭവങ്ങൾ, ആളുകൾ വന്നപ്പോഴുണ്ടായ രോഗം മാറിയത്, അങ്ങനെ പലതും ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ എന്താണ്? ജിന്ന് മഹ്ലറയിൽ വന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണെന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉസ്താദുമാരുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്യാം. പേരോട് ഉസ്താദ് പ്രസംഗിച്ചത്, അതുപോലെ വേറെ ഉസ്താദുമാർ പ്രസംഗിച്ച ക്ലിപ്പുകളൊക്കെ, ചില ഭാഗങ്ങളൊക്കെ ജിന്നുകളെക്കുറിച്ച് പരാമർശിക്കുന്നത് അതെടുത്തിട്ട് മൂപ്പര് ചാനലിലിടുക. എന്നിട്ട് ജിന്ന് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ നിഷേധിക്കരുത് എന്നൊക്കെ പറയാം. നമ്മളിവിടെ ജിന്നുകളെ നിഷേധിച്ചിട്ടില്ല. ജിന്നുകൾ മനുഷ്യന്മാർക്ക് സേവനം ചെയ്യുമെന്നതിനെയും നിഷേധിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞതെന്താ? ജിന്നുകളുമായിട്ടുള്ള സഹവാസം, അവരെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുക, അത് അപകടത്തിലെ ചെന്ന് ചാടൂ എന്നാ പറഞ്ഞത്. അതിന് അയിമ്മത്തിൻ്റെ കിതാബുകളാണ് വായിച്ചത്. എന്ന് മാത്രമല്ല, ജിന്നുകളുമായിട്ടുള്ള സഹവാസം, അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ജിന്നുകളുടെ അദാലത്ത് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ല അവിടുത്തെ ഫത്താവൽ ഹദീസിയയിൽ പറഞ്ഞത് കാണാം. ജിന്നുകളുടെ അദാലത്ത് അത് നമുക്കറിയില്ല എന്നാണ്. അങ്ങനെ പല ഇമാമുമാരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കിതാബുകളിൽ നിന്ന് എടുത്തു വായിച്ചതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ പോയ അദ്ദേഹം ഇപ്പം ഇങ്ങനെ പറയാൻ നമ്മുടെ മജ്ലിസിൽ നടക്കുന്നത് അതാണ് ഇതാണ് എന്നൊക്കെ. അപ്പം ഞാൻ ഇന്നലെ കാത്തിരുന്ന സംഭവം എന്താണെന്നറിയോ?
ആ ചാനലിൽ ഞാനൊരു പരസ്യം കണ്ടിരുന്നു. ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏതോ ഒരു സാധ്യയാണ്, ഒരു പഠന ക്ലാസും അടിയന്തര കൺവെൻഷനും രാവിലെ 10 മണിക്കുണ്ടാകുമെന്നാണ്. ഈ സമയം വരെ വീഡിയോ വന്നിട്ടില്ല. റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, പരിപാടി നടന്നിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും വീഡിയോ വന്നിട്ടില്ല. വീഡിയോ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ആ പറഞ്ഞ മൗലിയാരുടെ വീഡിയോ അതിങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ വന്നു. അതിനകത്ത് മൂപ്പര് പറയുന്നത് 3 5 10 കൊല്ലമൊക്കെ കിതാബ് ഓതിയ ആളുകളോടല്ല ചോദിക്കേണ്ടത്, മഹാന്മാരായ ആളുകളോട് ചോദിച്ച് പഠിക്കണം ജിന്നുകളുടെ വിഷയമെന്നാണ്. അതുപോലെ ജിന്നുകളുടെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളായ ജിന്നുകളുടെ കയ്യിൽ നിന്ന് നല്ല തല്ലും മേടിക്കും എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. ഈ ജിന്ന് മഹദറ അല്ലെ ജിന്ന് മജ്ലിസ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ പരിപാടിയിൽ അതിൻ്റെ മാനദണ്ഡം, അതിനെ അംഗീകരിക്കണം, ആ മജ്ലിസിനെ അംഗീകരിക്കണമെന്ന് മാനദണ്ഡം എന്ന് പറയുന്നത് അവിടെ ഖുർആൻ പാരായണം, ദിക്ർ, ദുആ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള മദ്ഹുകളോ സ്വലാത്തുകളോ ആണ് എങ്കിൽ ആ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും പറയാനില്ല. മറിച്ച് അതൊന്നുമല്ല, ഷിർക്കിൻ്റെ വിഷയങ്ങളാണ് അവിടെ നടക്കുന്നെങ്കിൽ മാത്രമേ ആ മജ്ലിസിനെ തള്ളിപ്പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ജിന്നുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് മറുപടി പറയാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ വെറുതെയുള്ള സമയം പോക്കൽ മാത്രമാണെന്നേ പറയാനുള്ളൂ. വിഷയങ്ങൾ നല്ലതുപോലെ പഠിക്കണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ നല്ല മഹാന്മാരായ പണ്ഡിതന്മാരുടെ അവരുടെ നാവിലൂടെ അതുപോലെ നല്ല തഖ്വയുള്ള മഹാന്മാരുമായി ചർച്ച ചെയ്താൽ അവർ ആ വിഷയങ്ങൾ പറഞ്ഞു തരും. അല്ലാതെ 3 4 5 10 കൊല്ലം ഓതിയ കിതാബുകളിൽ നിന്ന് ജിന്നുകളെക്കുറിച്ച് പറയാൻ നടന്നാൽ അവസാനം ജിന്നുകളിൽ നിന്ന് തന്നെ സ്വാലിഹീങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അടി കിട്ടേണ്ട ഗതികേട് പോലും വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അറിവില്ലാത്ത വിഷയങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് വിധി എഴുതുക. അറിവില്ലാത്ത വിഷയങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണമെന്ന്, അത് നല്ലൊരു പോയിന്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള അയിമ്മത്ത് രേഖപ്പെടുത്തിയത് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മുടെ അഭിപ്രായമായിട്ട് നമ്മളൊരു വിഷയവും പറയുന്നില്ല. നമ്മളത് വായിക്കുന്നത് 3 5 10 കൊല്ലമൊക്കെ കിതാബ് ഓതി പഠിച്ചത് കൊണ്ടാണ്. അതിന് സ്വാലിഹീങ്ങളായ ജിന്നുകളുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം അതിനെന്തെങ്കിലും തെളിവ് ഇസ്ലാമിലുണ്ടെങ്കിൽ അത് വായിക്കല്ലേ വേണ്ടത്. അതൊന്നും വായിക്കുന്നില്ല. എന്തോ ആകട്ടെ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ മജ്ലിസിൽ വരണം, അത് കാണണം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഖുർആൻ ഓതലാണ്, യാസീൻ ഓതലാണ്, അതുപോലെ കുത്തുബിയ്യത്താണ്, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മജ്ലിസ് നല്ലതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതൊക്കെ സകല ജിന്നുകളുമായിട്ട് ഇടപഴകുന്ന ആളുകൾ ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് വരുന്ന ജിന്നുകൾ സ്വാലിഹീങ്ങളാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അവർ ഖുർആൻ ഓതാൻ പറയും, അവർ സ്വലാത്ത് ചൊല്ലാൻ പറയും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അതുകൊണ്ട് വരുന്ന ജിന്നുകൾ സ്വാലിഹീങ്ങളാണ് എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. എന്തുകൊണ്ടാണ്? ജിന്നുകൾ കള്ളം പറയുന്ന ആളുകളുണ്ട്. പെരും കള്ളന്മാരായ ജിന്നുകളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ സ്വാലിഹീങ്ങളായ ജിന്നുകൾക്ക് പോലും മനുഷ്യരോട് ശത്രുതയുണ്ട് എന്ന് മുമ്പ് ഞാൻ കിതാബുകൾ ഉദ്ധരിച്ച് വായിച്ചിരുന്നു. അപ്പോൾ സ്വാലിഹീങ്ങളായ ജിന്നുകളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ മനുഷ്യരോടുള്ള ശത്രുത അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ സ്വാലിഹീങ്ങളല്ലാത്ത വഴികേടിലായ ശൈത്താന്മാരായ ജിന്നുകളാണെങ്കിലോ അവരെന്തായാലും നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കില്ലേ? അതിനാളെ കിട്ടണമെങ്കിൽ അവർ ചിലപ്പോൾ ഖുർആൻ ഓതാൻ പറയും. എങ്കിലല്ലേ സാധാരണക്കാരായ സുന്നികളായ ആളുകളൊക്കെ ഇത് നോക്കുമ്പോൾ ഖുർആൻ ഓതലുണ്ട്, അതുപോലെ ദിക്ർ ചൊല്ലലുണ്ട്, അപ്പോൾ ഇത് നമുക്ക് പറ്റിയതാണെന്ന് വിചാരിച്ച് കൂടുള്ളൂ. അപ്പോഴല്ലേ അവരെ വഴികേടിലാക്കാൻ ജിന്നുകൾക്ക് പറ്റുള്ളൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു വലിയ പണ്ഡിതൻ അഹ്മദ് ഇസ്സുദ്ദീനുൽ ബയാനൂനി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അനുഭവമായി അദ്ദേഹം എഴുതിയ ചില കാര്യങ്ങൾ ഒരു കിതാബിൽ നിന്ന് ഞാൻ വായിക്കാം എന്ന് പറഞ്ഞിരുന്നത് വായിക്കാനുള്ള ഒരു സന്ദർഭം ഒത്തുവരാത്തത് കൊണ്ടാണ്. എന്താണ്? അൽ ഈമാനു ബിൽ മലായിക്ക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ വിഷയം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് മുഴുവനായി പിന്നീട് വായിക്കുന്നുണ്ട്. എന്തായാലും ഈ ഖുർആൻ ഓതലും മറ്റുമൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ നടക്കുന്നത് അതാണെന്ന്. ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയ ചില ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം പറയാൻ, അറഫ്തു മുന്തു അക്തറ മിൻ 10 സനവാത്തിൻ തഖ്രീബൻ റജുലൻ യസ്അമു അന്നഹു യസ്തഖ്ദിമുൽ ജിന്ന ഫീ ഉമൂരിൻ സ്വാലിഹത്തിൻ ഫീ ഖിദ്മത്തിൽ ഇൻസാൻ. നല്ല നല്ല കാര്യങ്ങളിൽ മനുഷ്യന് സേവനം ചെയ്യുന്ന ജിന്നുകൾ, ആ ജിന്നുകൾ എനിക്കുണ്ട് എന്ന് വാദിക്കുന്ന ഒരാളെ ഏകദേശം 10 കൊല്ലമായി എനിക്കറിയാം.
എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, വയസ്അമു അന്നഹു തവസ്വല ഇലാ ദാലിക ബി തിലാവാത്തിൻ വ അദ്കാരിൻ ത്വീലത്തിൻ ഖലാ ഫീഹാ സമനൻ ത്വീല. അയാൾക്ക് ഈ ജിന്നിനെ കിട്ടിയത് ഖുർആൻ പാരായണം കൊണ്ടും ധാരാളം ദിക്റുകളൊക്കെ ചൊല്ലിയത് കൊണ്ടുമാണ്. അതിന് കൊല്ലങ്ങളോളം ചെലവഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഖുർആൻ പാരായണവും ദിക്റും ഒക്കെ ചൊല്ലിയിട്ടാണ് ഈ ജിന്നിനെ അയാൾക്ക് കിട്ടിയത് തന്നെ. എന്നിട്ട് അദ്ദേഹം അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആ കിതാബ് വായിച്ച് തന്നെ ഒരു വീഡിയോ ഇറക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളൊക്കെ വായിക്കാം. ഇപ്പോൾ കുറച്ചുകൂടി താഴത്തേക്ക് വരുമ്പോൾ ഈ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് വായിക്കാം. അദ്ദേഹം എഴുതാണ്, അന്ന ത്വരീഖത്തൽ ഇസ്തിഹ്ദാരി, ഈ ജിന്നുകളെ ഹാളിറാക്കുന്ന വഴി അത് ഇസ്തിഗ്ഫാറുൻ, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലലാണ്, വ തഹ്ലീലുൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലാണ്, വ അദ്കാറുൻ, ദിക്റുകൾ ചൊല്ലലാണ്. അപ്പോൾ ദിക്റുകളും ഖുർആൻ പാരായണവും ഒക്കെയാണ് ഞങ്ങളുടെ ഈ മജ്ലിസിൽ നടക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു സംഭവം ശരിയാകണം എന്നൊന്നുമില്ല. നിങ്ങൾ എന്താ ഉയർത്തിപ്പിടിക്കുന്നത്? ജിന്നുകളെ ഹാളിറാക്കി ആ ജിന്നുകളെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നു എന്നല്ലേ പറയുന്നത്? അത് നല്ലതാണെന്നതിനുള്ള തെളിവുകളാണ് നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന പണി ജിന്നുകളെ കൂട്ടുപിടിച്ചിട്ടുള്ളതാണല്ലോ. ആ ജിന്നുകളെ അത്ര കണ്ടങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. ആ ഘാനയിലുള്ള മന്ത്രവാദി അയാൾ പറഞ്ഞ പ്രവചനങ്ങൾ പൊളിഞ്ഞു പാളീസായി പോയത് കൊണ്ട് ആളുകൾ അയാളെ ട്രോളുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിലൂടെ പുറത്തു വരുന്നത് അവിടെ വന്നപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ മാത്രമാണല്ലോ. അതിനപ്പുറം വേറൊരു വശം ഉണ്ടാകും. ആ മറുപുറം നിങ്ങൾ എന്തായാലും കാണിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്, സത്യമാണ്, അവിടെ പോയാൽ വലിയ എന്തൊക്കെയോ ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങളിപ്പോൾ ഇത് ആളുകൾക്ക് ഹിദ്മത്തായിട്ട് ചെയ്യുന്ന പണിയൊന്നും അല്ലല്ലോ. നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാകാനും പോക്കറ്റ് നിറക്കാനും വേണ്ടിയുള്ള പരിപാടിയല്ലേ. അതുകൊണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അനുഭവങ്ങളും അതുപോലെ ആളുകളുടെ സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ച് കാണിക്കുന്നത് എന്തിനാ? ആളുകൾ അത് കണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ വീഴണം, അതിനു വേണ്ടിയുള്ള പണിയല്ലേ. അപ്പോൾ ആ പണിയിൽ വന്നു പോകുന്ന ആളുകൾ അവരുടെ ഈമാനോ അവരുടെ സമ്പത്തോ അവരുടെ ശരീരമോ എന്തെങ്കിലുമൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടേക്കാമെന്ന പേടി കൊണ്ടാണ് പ്രതികരിക്കുന്നത്. ഇതിന് ഇസ്ലാം അത്ര പ്രോത്സാഹനം നടത്തിയ കാര്യമല്ല. ഉണ്ടെങ്കിൽ അതിന് തെളിവ് വായിക്കുക. തിങ്കളാഴ്ച വായിക്കും, തിങ്കളാഴ്ച മറുപടി ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതുവരെ കണ്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്. അതല്ലാതെ വെറുതെ ഇങ്ങനെ ജിന്നു മഹ്ലറ, സ്വാലിഹീങ്ങളായ ജിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാനും പറ്റിക്കാനുമൊക്കെ നിൽക്കുന്ന പണി അത്ര നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.